Hello, my dear students. Today we are going to discuss about the basic principles of auditing. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഡിറ്റിങ്ങിന് ഇൻവെസ്റ്റിഗേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ പഠിച്ചു. ഇനിയുള്ള നമ്മുടെ ടോപ്പിക്കാണ് ഓഡിറ്റിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ആൻ ഓഡിറ്റിംഗ്. പരീക്ഷയ്ക്ക് ചോദിക്കുക 5 മാർക്കിന്, അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഒരു ഓഡിറ്റിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓഡിറ്റർ തൻ്റെ ഓഡിറ്റിംഗ് ഡ്യൂട്ടിയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങളാണ് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരിക്കാം അത്? ഫസ്റ്റ് വൺ, ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. വാട്ട് യു മീൻ ബൈ ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്? ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചാൽ എന്താ? ദ ഓഡിറ്റർ ഷുഡ് ബി സ്ട്രെയിറ്റ് ഫോർവേഡ്, ഓണസ്റ്റ് ആൻഡ് സിൻസിയർ ഇൻ ഹിസ് അപ്രോച്ച് ടു ഹിസ് പ്രൊഫഷണൽ ഓഡിറ്റ് വർക്ക്. അയാൾ ചെയ്യുന്ന പ്രൊഫഷണൽ ഓഡിറ്റ് വർക്കിനകത്ത് കമ്മിറ്റഡ് ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. ദാറ്റ് ഈസ് ടു ബി ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഹി മസ്റ്റ് ബി ഫെയർ ആൻഡ് മസ്റ്റ് നോട്ട് അലോ ബയാസ് ഓർ പ്രിജുഡൈസ് ടു ഓവർകം ഹിസ് ഒബ്ജക്റ്റിവിറ്റി. അയാൾ ഫെയർ ആയിരിക്കണം, പ്രിജുഡൈസ് ആകരുത്, എന്ന് വെച്ചാൽ മുൻവിധിയുള്ള ആളാവരുത്, ഫെയർ ആയിരിക്കണം, അതുപോലെ തന്നെ ബയാസ്ഡ് ആവരുത്, ഹീസ് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അതായത് ആരെയും കുറിച്ച് കൃത്യമായ മുൻവിധിയോടുകൂടി പെരുമാറരുത്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ഹി മസ്റ്റ് മെയിൻറ്റെയിൻ ഇമ്പാർഷ്യൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണം, അല്ലേ? ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. ദാറ്റ്സ് ടു ബി പാർഷ്യൽ ആകരുത്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ദാറ്റ്സ് ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഫസ്റ്റ് വൺ. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. രഹസ്യം സൂക്ഷിക്കുക. ദ ഓഡിറ്റർ ഷുഡ് മെയിൻറ്റെയിൻ ഹിസ് സീക്രട്ട്. ദാറ്റ് മീൻസ് ഹി സ്ട്രിക്ട്ലി മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ ഇൻഫർമേഷൻ. അയാൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചോ, ഓഡിറ്റ് ചെയ്യുന്ന വർക്കിനെക്കുറിച്ചോ, ഓഡിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളെക്കുറിച്ചോ മറ്റൊരാൾക്ക് കാണിക്കാൻ പാടില്ല, രഹസ്യമായി സൂക്ഷിക്കണം, കോൺഫിഡൻഷ്യൽ. നെക്സ്റ്റ് വൺ, സ്കിൽ ആൻഡ് കോമ്പിറ്റൻസ്. വാട്ട് മീൻ ബൈ സ്കിൽ ആൻഡ് കോമ്പിറ്റൻസ്? ആൻ എഫിഷ്യൻ്റ് ഓഡിറ്റർ മസ്റ്റ് ഹാവ് ആഡിക്വേറ്റ് സ്കിൽ, ജനറൽ ക്വാളിറ്റീസ്, കോമ്പിറ്റൻസ്, ഇതൊക്കെ ഉണ്ടായിരിക്കണം. അതായത് ഓഡിറ്റ് ചെയ്യാനുള്ള ജോലി ചെയ്യാൻ കൃത്യമായ സ്കില്ലും കോമ്പീറ്റൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം, അതുപോലെ കൃത്യമായ, അതായത് അയാളുടെ ജോലിയിൽ അയാൾ നല്ല സ്കില്ലോട് കൂടി, അതുപോലെ തന്നെ നല്ല കോമ്പിനേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷനും ക്വാളിറ്റീസും ജനറൽ എഡ്യൂക്കേഷനും നാക്കും ഒക്കെ ഉള്ള ആളായിരിക്കണം. ദിസ് ഇസ് സ്കിൽ ആൻഡ് കോമ്പിറ്റൻസ്. നെക്സ്റ്റ് വൺ, വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ്. സാധാരണ ഓഡിറ്റേഴ്സിൻ്റെ കൂടെ ജൂനിയറായിട്ട് ദർ ആർ ലോട്ട് ഓഫ് ജൂനിയേഴ്സ് ആർ ദെയർ. ഒരു ഓഡിറ്ററുടെ കീഴിൽ ഒന്നിൽ കൂടുതൽ ജൂനിയേഴ്സ് കാണും. മിയർ അക്കൗണ്ടന്റുമാർ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പാസ്സാകാത്ത ആൾക്കാർ, അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും. അപ്പം അവരെയൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം, അവരെ കൃത്യമായി മോണിറ്റർ ചെയ്യണം. അവരുടെ വർക്കുകൾ തെറ്റുകൾ കാണിക്കുവാനും അവർ ചെയ്യുന്ന വർക്കുകളുടെ റെസ്പോൺസിബിലിറ്റിയും ഓഡിറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ വിലയിരുത്തലുകളും അവർ ചെയ്യുന്ന വർക്കുകൾ ഇവാലുവേഷൻ. ദാറ്റ് ഷുഡ് ബി വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ് ഷുഡ് ബി ഇവാലുവേറ്റഡ് ആൻഡ് മോണിറ്റേർഡ് ബൈ ദ ഓഡിറ്റർ. ദിസ് ഈസ് ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് വൺ, ഡോക്യുമെൻറ്റേഷൻ. ചെയ്യുന്ന വർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യുന്ന വർക്ക് കൃത്യമായി എഴുതി തയ്യാറാക്കി ഓഡിറ്റ് നോട്ട് പേപ്പറിന് പഠിക്കാനുണ്ട്, ഓഡിറ്റ് നോട്ട് പേപ്പറായിട്ട് തയ്യാറാക്കി വയ്ക്കണം. ഷുഡ് കളക്ട് ആൻഡ് പ്രിസർവ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് എവിഡൻസ് അക്കോർഡിംഗ് ടു ഈറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് മെറ്റീരിയാലിറ്റി. ആ സാധനങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം, ഓരോ എവിഡൻസും. ദീസ് ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡ് ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ആകാം, സ്റ്റേറ്റ്മെൻറ്റുകളാകാം, നോട്ട്സ് ആകാം, ആൻഡ് അതർ വാല്യുബിൾ ഇൻഫർമേഷൻസ് ആകാം പെർട്ടൈൻ ടു ദ അക്കൗണ്ട്സ് വിച്ച് ആർ അണ്ടർ ഹിസ് ഓഡിറ്റ്. ഓക്കെ, ദീസ് ഡോക്യുമെൻറ്റ്സ് ആർ പ്രോപ്പർലി അറേഞ്ച്ഡ് ആൻഡ് പ്രിസർവ്ഡ് കെയർഫുള്ളി. കൃത്യമായി സൂക്ഷിച്ച് വയ്ക്കുകയും വേണം. ദാറ്റ്സ് എ വർക്ക് ഡോക്യുമെൻറ്റേഷൻ. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഓഫ് എൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റ് നടത്തുന്ന സമയം സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഓഡിറ്റ് ഒരു വർഷത്തിൻ്റെ അവസാനമായിരിക്കും നടത്തുക. ദെയർഫോർ ഹി ഷുഡ് പ്ലാൻ ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റ് ഓഫ് വർക്ക്. ഒരു വർഷത്തെ കാര്യം കൃത്യമായി ചെയ്യണമെങ്കിൽ ഒരു 5-6 ദിവസം എടുത്തായിരിക്കും വരും. അപ്പം ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കണം. പ്രീ അറേഞ്ച്മെൻറ്റ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ വർക്ക് ഓഫ് ഓഡിറ്റ് ഓഫ് എ ക്ലയൻറ്റ് ഈസ് കാൾഡ് പ്ലാനിങ്, അല്ലേ? Auditor should plan his work to enable him to conduct an effective audit in an efficient and timely manner. അയാളുടെ വർക്ക് കൃത്യമായി ടൈമിലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അയാൾ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അയാളുടെ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ഉടനെ ഫ്രം ദ ക്ലയൻറ്റിൽ കിട്ടിയ പ്രിലിമിനറി സ്റ്റെപ്സ് ഇസ് ഓഡിറ്റ് ബിഗിൻ, അല്ലേ? അതുകൊണ്ട് ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഓഡിറ്റിങ്ങിന്. അപ്പോൾ ഓരോ ഘട്ടമായിട്ട് എഴുതിയിടണം, ആ ഘട്ടങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, അതിന് കൃത്യമായ പ്ലാനിങ് ആവശ്യമുണ്ട്. പ്ലാനിങ് ഓഫ് ഓഡിറ്റ്. നെക്സ്റ്റ് വൺ, ഓഡിറ്റ് എവിഡൻസ്.
ഓഡിറ്റ് എവിഡൻസ്. ഇപ്പോൾ ഒരു റിപ്പോർട്ടിനകത്ത് ഒരു വസ്തുത കാണിക്കണമെങ്കിൽ ഹി ഷുഡ് ഹാവ് എ സഫീഷ്യൻറ്റ് എവിഡൻസ് ടു പ്രൂവ് ഇറ്റ്, അല്ലേ? ദ ഓഡിറ്റർ ഗാദേഴ്സ് സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻ, സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ടു ഹിസ് സാറ്റിസ്ഫാക്ഷൻ to frame his report and form opinion as financial information. Audit evidence should be obtained through the performance complaints and substantive procedures. അല്ലേ, ഒരുപാട് പ്രൊസീജിയറിലൂടെ അയാൾക്ക് ഓഡിറ്റ് എവിഡൻസ് കണ്ടെത്തണം. അതാണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ. ഹി ഷുഡ് ഹാവ് എ ഫെമിലിയർ വിത്ത് അക്കൗണ്ടിങ് സിസ്റ്റം. ഓരോ സ്ഥാപനത്തിലും അക്കൗണ്ടിങ് സിസ്റ്റവും ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥാപനത്തിലെ അകത്തുള്ള കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അകത്തുള്ള വർക്ക് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഒരു ജോലി ചെയ്യുന്നത് അകത്ത് തന്നെ അവരുടെ എംപ്ലോയീസ് ചെക്ക് ചെയ്യുന്നത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റവും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനം. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം സൗണ്ട് ആണെങ്കിൽ അവിടെ ഒരു അക്കൗണ്ടിന് ചെയ്യുന്ന ജോലി അതിനകത്ത് തന്നെ നോക്കാൻ ആളുണ്ടെങ്കിൽ ഓഡിറ്ററുടെ ജോലി കുറയും. ദാറ്റ്സ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോൾ മീൻസ് ഇസ് എന്താണ് ഓഡിറ്റിംഗ് ഓഫ് എ വർക്ക് ഡൺ ബൈ ആൻ അക്കൗണ്ട് ബൈ അനദർ പേഴ്സൺ. ഒരു വർക്ക് ഒരു സ്ഥാപനത്തിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ചെയ്യുന്ന ജോലി മറ്റൊരാളത് വെരിഫൈ ചെയ്യുന്നു ഓഡിറ്റർ വരുന്നതിന് മുമ്പ്. അങ്ങനെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം സൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ ജോലി വരുന്നില്ല. അപ്പോൾ അക്കൗണ്ടിങ് സിസ്റ്റംസ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം വെരിഫൈ ചെയ്യണം. ചിലയിടത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആയിരിക്കാം. അപ്പം അതൊക്കെ എന്ത് അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് ധാരണയും നല്ല ഒരു അറിവും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ഓഡിറ്റ് കൺക്ലൂഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. അയാൾ ചെയ്ത വർക്ക് കൺക്ലൂഡ് ചെയ്യണം. റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ എവിടെ കണ്ടെത്തി, എവിടെയൊക്കെയാണ് പോരായ്മ, എവിടെയൊക്കെയാണ് നേട്ടങ്ങൾ, എവിടെയൊക്കെയാണ് കോട്ടങ്ങൾ, അത് റിപ്പോർട്ടായിട്ട് കമ്പനിയുടെ മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് സബ്മിറ്റ് ചെയ്യണം. അവരാണ് ബാക്കി ഡിസിഷൻസ് എടുക്കേണ്ടത്. അപ്പോൾ ഓഡിറ്റ് കൺക്ലൂഷൻ ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്, ദാറ്റ്സ് റിപ്പോർട്ടിംഗ്. ഓക്കെ, റിപ്പോർട്ട് തന്നെ രണ്ട് തരത്തിലുണ്ട്, ക്ലീൻ റിപ്പോർട്ടും ക്വാളിഫൈഡ് റിപ്പോർട്ടും. ക്ലീൻ റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അക്കൗണ്ടെല്ലാം ഫെയർ ആണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള റിപ്പോർട്ടാണ് ക്ലീൻ റിപ്പോർട്ട്. ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഏതെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൃത്യമായി പറയുന്ന റിപ്പോർട്ടാണ് ക്വാളിഫൈഡ്. ഇപ്പോൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് ഏതെങ്കിലും എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫർമേഷൻ കമ്പനിയുടെ അക്കൗണ്ടിൻ്റെ കയ്യിൽ നിന്നോ കമ്പനിയിൽ നിന്നോ കിട്ടിയ ഏതെങ്കിലും ഇൻഫർമേഷനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിഡൻസിനകത്തോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനകത്തോ ബാലൻസ് ഷീറ്റിലോ സംതൃപ്തി അല്ല എങ്കിൽ അവർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് കൊടുക്കും? ക്ലീൻ റിപ്പോർട്ട് കൊടുക്കും. എന്ത് റിപ്പോർട്ട് കൊടുക്കും? ക്ലീൻ റിപ്പോർട്ട് ആൻഡ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് കൺക്ലൂഷൻ ആൻഡ് റിപ്പോർട്ട്. നെക്സ്റ്റ് വൺ, ഇൻ അഡീഷൻ ടു ദി സ്പെസിഫിക് പ്രിൻസിപ്പിൾ. ഈ പറഞ്ഞതെല്ലാം ഒരു ഓഡിറ്റിന് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റീസാണ്. ഇതിന് പുറമെ സാധാരണ ഒരു മനുഷ്യനുണ്ടാകേണ്ട ചില ബേസിക് പ്രിൻസിപ്പിൾസും ആർക്കുണ്ടായിരിക്കണം? ഓഡിറ്റിനുണ്ടായിരിക്കണം. എന്താണ് അതർ ജനറൽ പ്രിൻസിപ്പിൾസ്? നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റ്, നമ്മൾ ആദ്യമേ പറയുന്നത് ഒബ്ജക്റ്റിവിറ്റി, അല്ലേ? ഒബ്ജക്റ്റീവ് വെച്ചാൽ ഫ്രീ ഫ്രം ബയാസ്, അതായത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ആളനുസരിച്ച് മാർക്ക് കൊടുക്കുന്നതിനെ സബ്ജക്റ്റീവ് എന്നും, അതൊന്നും നോക്കാതെ ക്വാളിറ്റി നോക്കി മാത്രം മാർക്ക് വരുന്ന ആൾക്കാരെ നോക്കാത്തതിന്, അതാണ് നമ്മൾ എക്സാമിനേഷനൊക്കെ ഫോൾസ് നമ്പറാണ് ഇട്ട് പോകുന്നത്, അല്ലേ? രജിസ്റ്റർ നമ്പറിൽ ഫോൾസ് നമ്പർ, ആ നമ്പറിൽ നോക്കുന്ന ആൾക്കാർക്ക് കുട്ടികളെക്കുറിച്ചോ ആരെക്കുറിച്ചോ ആരാണെന്നോ ഒന്നും ഒരു വിവരമില്ല. അപ്പം അവരുടെ എഴുതിയതിന് മാത്രം മാർക്ക് കൊടുക്കും. ദാറ്റ്സ് ടു ബി ക്വാളിഫൈഡ്, ദാറ്റ്സ് ടു ബി ഒബ്ജക്റ്റീവ് അനാലിസിസ്. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റിവിറ്റി. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് എവിഡൻസ് ഓർ മെറ്റീരിയാലിറ്റി. ഓഡിറ്റർ എപ്പോഴും തെളിവാണ് വേണ്ടത്. ഒരു റിപ്പോർട്ടിലൊരു കാര്യം സബ്സ്റ്റാൻഷ്യേറ്റ് ഷീ ഷുഡ് കളക്ട് ആൻഡ് പ്രിസർവ് സഫിഷ്യൻറ്റ് എവിഡൻസ്, സഫിഷ്യൻറ്റ് മെറ്റീരിയാലിറ്റി. ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ സെയിൽസിൽ കള്ളത്തരം കാണിച്ചു എന്ന് പറയണമെങ്കിൽ ഹീ ഷുഡ് ഹാവ് എ സഫിഷ്യൻറ്റ് എവിഡൻസ് ആൻഡ് സഫിഷ്യൻറ്റ് മെറ്റീരിയാലിറ്റി. ഈസ് എവിഡൻസ് എന്തൊക്കെയാവാം? ഡോക്യുമെൻ്റ് ആകാം, സ്റ്റേറ്റ്മെൻ്റ് ആകാം, നോട്ട്സ് ആകാം, റെക്കോർഡുകളാകാം. ഇതെല്ലാം സൂക്ഷിച്ച് വയ്ക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് എവിഡൻസ്. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്താണ്? ഓഡിറ്ററിനെ മറ്റൊരാളുടെ സ്വാധീനം ഉണ്ടായാലും സ്വതന്ത്രനായിരിക്കണം. ഷുഡ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ബയാസ് ഇൻ ഡിസ്ചാർജിങ് ഹിസ് ഡ്യൂട്ടീസ്. അയാൾ ചെയ്യുന്ന ജോലിയിൽ ഒരു തടസ്സവും ഒരു ഇൻഫ്ലുവൻസും ആരുടെ ഭാഗത്തുനിന്നില്ല. ഹി മസ്റ്റ് ബി ഓണസ്റ്റ്. അയാൾ സത്യസന്ധനായിരിക്കണം. അതുപോലെ തന്നെ ഹി ക്യാരി ഔട്ട് ഹിസ് ഡ്യൂട്ടി സക്സസ്ഫുള്ളി, വിജയകരമായി ചെയ്യണം, അല്ലേ? ഓഡിറ്റർ എപ്പോഴും ഓണസ്റ്റ് ആയിരിക്കണം, അല്ലേ? ജസ്റ്റിസ് ലോർഡ് ലെൻഡിലി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ലണ്ടൻ ആൻഡ് ജനറൽ ബാങ്ക് കേസിൽ പറയുന്നുണ്ട്, ഓഡിറ്റർ ഈസ് ഓൾവേസ് ഓണസ്റ്റ്, മസ്റ്റ് ബി ഓണസ്റ്റ്, ഹി മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ്. Okay, he must have a reasonable care and skill before he believed that what he certifies true. അയാൾ ഒരു കാര്യം ശരിയെന്ന് ഒപ്പിടുന്നതിന് മുമ്പ് അയാൾ കൃത്യമായ ധാരണ അതിനെക്കുറിച്ച് ഉണ്ടാകണം. അതിന് കൃത്യമായൊരു വിശ്വാസവും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നോളജും അയാൾക്കുണ്ടായിരിക്കണം. ദാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കണം, കൃത്യമായിരിക്കണം, അതിനകത്ത് കറക്റ്റായിരിക്കണം,
പ്രിസൈസ് ആയിരിക്കണം, നീറ്റ്ലി ആയിരിക്കണം, ക്ലിയർലി ആയിരിക്കണം. മാനേജ്മെൻറ്റ് ആർ മോർ അക്കൗണ്ടബിൾ ഫോർ ദെയർ ആക്ഷൻസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ടു ദ ട്രാൻസ്പെറൻസി ആൻഡ് ഡിസ്ക്ലോഷർ നോംസ് ആർ സ്ട്രിഞ്ചൻറ്റ്. അയാൾ ആ കാര്യങ്ങൾ കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യണം, അത് കൃത്യമായി ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യണം. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്. പ്രൊഫഷണൽ ഓഡിറ്റർ എന്നുള്ളത് സാധാരണ ഏത് പ്രൊഫഷണലും കമ്മിറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ ആ എത്തിക്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ തൻ്റെ മുമ്പിൽ വരുന്ന പേഷ്യൻ്റ് പൈസയുള്ളവനോ പണക്കാരനോ ബന്ധുവോ ശത്രുവോ നോക്കാതെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. വക്കീലാണെങ്കിലോ നിയമം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമത്തിന് അടിയുറച്ച് പ്രവർത്തിക്കണം, അല്ലേ? അങ്ങനെ അതേപോലെ ഒരു ഓഡിറ്റർക്കും പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. ഓഡിറ്റർക്ക് ഗവൺമെൻറ്റിൻ്റെ വാച്ച് ഡോഗാണ്. അപ്പോൾ എപ്പോൾ ഗവൺമെൻറ്റിനെ പറ്റിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പബ്ലിക് മണി കവർന്നെടുക്കുന്ന രീതിയിലോ അല്ല ബിസിനസ് റൺ ചെയ്യുന്നതെന്ന് കൃത്യമായ ഒരു ധാരണയൊക്കെ ഉണ്ടായിരിക്കണം, അല്ലേ? ഓഡിറ്റർ ഹാസ് ടു ഒബ്സർവ് സർട്ടൻ കോഡ് ഓഫ് കോണ്ടക്ട്, ദാറ്റ്സ് ടു ബി പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്. Professional ethics of an auditor would signify his behavior towards his fellows in profession and other professions towards members of the public. അല്ലേ? ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റർ ക്യാൻ ഗെയിൻ പബ്ലിക് കോൺഫിഡൻസ്. അയാളുടെ പ്രൊഫഷണൽ എത്തിക്സ് ആണ് അയാളെ ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ അയാൾക്കൊരു ഇമേജ് ഉണ്ടാക്കുന്നത്. സോ ദിസ് ഷുഡ് ഹാവ് എ പ്രൊഫഷണൽ. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ്. അതിന് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. ഓഡിറ്റിങ്ങിൻ്റെ തത്വങ്ങൾ പറയുന്നുണ്ട്. ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ്. ഓരോ ഓഡിറ്റിങ്ങിനും കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. ദാറ്റ് ഒബ്ജക്റ്റ്, ഉദാഹരണത്തിന് ഒരു ഓഡിറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ടു നോ whether the trading profit and loss account and balance sheet should give a true and fair view. അതാണ് പ്രാഥമിക ലക്ഷ്യം. ഒരു സ്ഥാപനത്തിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൃത്യമായാണോ കാണിച്ചിരിക്കുന്നത്, അതാണ് പ്രധാനമായിട്ട് ലക്ഷ്യം. പിന്നെ മറ്റ് ഒബ്ജക്റ്റീവാണ് ഓരോ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും കൃത്യമായി അല്ലെങ്കിൽ മറ്റ് അക്കൗണ്ടും കൃത്യമായി പരിശോധിക്കുക. അത് കമ്പനീസ് ആക്ട് പ്രകാരമാണോ അക്കൗണ്ട്സ് തയ്യാറാക്കിയിരുന്നത്, ആസ് പെർ കമ്പനീസ് ആക്ട് പ്രകാരമാണോ ബുക്സ് ഓഫ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്, അത് നോക്കുക. അതിനുശേഷം സബ്സിഡറി ഒബ്ജക്റ്റീവാണ് നമ്മൾ പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് എറർ, ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്, പ്രിവെൻഷൻ ഓഫ് എറർ, പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് കൃത്യമായി. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്? കമ്പനിയുടെ ഭരണം എന്താണ്? കമ്പനീസ് ആക്ട് പ്രകാരമാണോ നടത്തുന്നത്? ഇങ്ങനെയുള്ള ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഓഡിറ്റിങ്ങിൻ്റെ അകത്ത് ചില ഒബ്ജക്റ്റീവ്സ് പാലിക്കാനുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് പ്രിൻസിപ്പിളിന് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് ആണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ, അതോടൊപ്പം തന്നെ കൃത്യമായാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാണിക്കുന്ന കമ്പനീസ് ആക്ട് പ്രകാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറർ, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, ഇതൊക്കെ നടത്തുന്നുണ്ടോ, കോർപ്പറേറ്റ് ഗവേണൻസ് കൃത്യമായി പാലിക്കുന്നുണ്ടോ, ഇതൊക്കെ കൃത്യമായി ഓഡിറ്റർ അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് അറിയുന്ന ഒരാളായിരിക്കണം ഓഡിറ്റർ. ബേസിക് ജനറൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ്, ജനറൽ പ്രിൻസിപ്പിൾ ഒബ്ജക്റ്റിവിറ്റീസ്, എവിഡൻസ്, independence, disclosure, full disclosure, professional ethics and objectives of accounting principles. Okay, these are the general principle. അപ്പോൾ 5 മാർക്കിന് ചോദിക്കും. നല്ലതുപോലെ പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ പഠിച്ചത് ഒരു ഓഡിറ്റർ വേണ്ടുന്ന പ്രൊഫഷണൽ പ്രിൻസിപ്പിൾസ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. വായിച്ച് നോക്കുക, എളുപ്പമാണ്. എന്ത് സംശയവും ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു ഓൾ. താങ്ക് യു.